അന്തർദേശീയ വാർത്തയിലേക്കാണ്. അമേരിക്ക നിർദ്ദേശിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഉടമ്പടിക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ അംഗീകാരം നൽകി. ഭൂരിപക്ഷ വോട്ടോടെയാണ് അംഗീകാരം. 15 രാജ്യങ്ങൾ, അതിൽ 13 പേർ ഈ പ്രമേയത്തെ അനുകൂലിച്ച ഒരു സാഹചര്യം. 2 രാജ്യങ്ങൾ, അവ റഷ്യയും ചൈനയുമാണ്. അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹമാസ് ഈ പ്രമേയത്തിനെ എതിർക്കുന്നുണ്ട്. അവരുടേതായ കാരണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ ഗാസയിൽ അന്താരാഷ്ട്ര സ്ഥിരത സേനയെ വിന്യസിക്കണം എന്നതുൾപ്പെടെയുള്ള പ്രമേയമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ആ പ്രമേയത്തിനാണ് ഇപ്പോൾ UN സുരക്ഷാ സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഐസൻ, വീറ്റോ ചെയ്തിട്ടില്ല, പക്ഷേ വിട്ടു നിൽക്കുകയായിരുന്നു റഷ്യയും ചൈനയും, അല്ലേ? തീർച്ചയായും വീറ്റോ ചെയ്യാനുള്ള പവറുള്ള രാഷ്ട്രങ്ങൾ തന്നെയാണ് എങ്കിൽ കൂടി വീറ്റോ ചെയ്യാതെ വിട്ടുനിൽക്കുകയും ബാക്കി 10 താൽക്കാലിക അംഗങ്ങളും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 13 പേർ വോട്ട് ചെയ്ത് 15 പേരിൽ 13 രാജ്യങ്ങൾ വോട്ട് ചെയ്ത് കൃത്യമായൊരു ഭൂരിപക്ഷത്തോടെ ഈ ട്രംപിൻ്റെ സമാധാന നിർദ്ദേശങ്ങൾ നടപ്പിലായത്. ഇതിൽ പല ഘടകങ്ങളുണ്ട്, വിവിധങ്ങളായ ഘടകങ്ങൾ ഈ സമാധാന നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിലേറ്റവും 20 സമാധാന നിർദ്ദേശങ്ങളിൽ പ്രധാനമായത് ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ഥിരതാ സംവിധാനം ഉപയോഗിക്കുന്നതിന് ഒരു സേനയെ വിന്യസിക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. അത്തരത്തിൽ നടപ്പാക്കുകയും അതുപോലെ തന്നെ മറ്റു നീക്കങ്ങൾ സ്വാഭാവികമായും ഈ സ്ഥിരതാ സേന എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഒരു മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നതാണ്. അതൊക്കെ തന്നെയാണ് ഒരു പ്രധാന സവിശേഷതയായി ഈ സ്ഥിരതാ സേന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഗാസയെ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒരു കടലോര വിശ്രമ കേന്ദ്രത്തിന് തുല്യമായ സമാധാനം പുലരുന്ന ഒരു പ്രദേശമാക്കി മാറ്റുമെന്നായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം. ഈ നിലപാടിനാണ് ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ എല്ലാം പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 20 വിഷയങ്ങളിൽ. ആ 20 വിഷയങ്ങളിൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി UK അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും UK ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്ത് തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഒരു പൊതുധാരണയുള്ളത്. ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൃത്യമായി ഉണ്ടായതാണ് ഹമാസിനെ പ്രകോപിപ്പിക്കുന്നതും ഈ നീക്കങ്ങൾക്ക് തയ്യാറല്ല എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നിലപാടുകൾക്ക്, അതായത് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന നിർദ്ദേശങ്ങൾ, സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംവിധാനങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ 13 വോട്ടുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. റഷ്യയും ചൈനയും വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർത്ത് വോട്ട് ചെയ്യുകയല്ല, വോട്ടിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമാധാനം പുലരുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്പരം ഈ ഗാസയിലെ തന്നെയുള്ള ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ആക്രമണങ്ങളെല്ലാം തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് നേരെയുള്ളതും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുമെല്ലാം തന്നെ ഒരു അനുകൂല ഘടകമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അധികം വൈകാതെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും പുനർനിർമ്മാണത്തിലുള്ള നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.